CID രാമേന്ദ്രൻ റിട്ടയർഡ് SI സനൂപ് സത്യൻ കഥയും തിരക്കഥയും സംഭാഷണവും നൽകി സംവിധാനം ചെയ്ത ചിത്രത്തെക്കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. കലാഭവൻ ഷാജോൺ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച സിനിമയിൽ ബൈജു, അനുമോൾ, സുധീർ കരമന തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡീസൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ഇത് തിയേറ്ററിൽ അധികം ഓടിയിട്ടില്ല സിനിമ, കാരണം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അധികം തിയേറ്ററുകൾ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വലിയ സിനിമകളുടെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു കൊച്ചു സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. കാരണം ഡീസൻ്റായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. അതായത് കലാഭവൻ ഷാജോൺ ഡീസൻ്റായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. റിട്ടയർ ആകുന്ന ഒരു SIയും അതിനുശേഷം റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ സമയത്തുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ. കാരണം ഇത്രയും 33 കൊല്ലം സർവീസിലിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം റിട്ടയർ ആയിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്ത് ചെയ്യും, ഇനി അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളും കാര്യങ്ങളുമാണ് പിന്നീട് അതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. നല്ല നല്ല ചില മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. നല്ല ഒരു തുടക്കവും നല്ല ഒരു ഒടുക്കവും സിനിമയ്ക്ക്. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു നല്ല ക്ലൈമാക്സ് വേണമെന്നാണല്ലോ. നല്ലൊരു ക്ലൈമാക്സ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതി വളരെ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സിനിമകളൊക്കെ കണ്ടുപോയിട്ടുള്ളതാണ്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സാധാരണ ഇതൊരു കൊച്ചു പടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിയേറ്ററിൽ ഓടാഞ്ഞത്. പക്ഷേ ഇപ്പോൾ OTT വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെ പ്രശംസിച്ചൊക്കെ എഴുതുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഈ സിനിമ കാണാൻ തോന്നിയതും ഞാൻ ആ സിനിമ കാണുകയും ചെയ്തത്. അപ്പം എന്തായാലും നല്ല രീതിയിൽ നല്ല ഒരു ഡയറക്ഷൻ, നല്ല സ്റ്റോറി, നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോൻ്റെ പ്രകടനം, ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും അദ്ദേഹം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒതുക്കത്തോട് കൂടി ചെയ്തിട്ടുണ്ട്, ഒന്നും ഓവറായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബൈജുവിൻ്റെ കഥാപാത്രം, വക്കീൽ കഥാപാത്രം, സുധീർ കരമനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം, പിന്നെ അനുമോൾ ഇതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ കാണാത്തവർ സിനിമ കാണണം, കണ്ടിട്ട് അതിനെ അഭിപ്രായം പറയണം. കാരണം എന്തായാലും ഇത് ഒരിക്കലും ഒരു മോശം ചിത്രമെന്ന് ആരും പറയത്തില്ല. കാരണം അത്രയും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അതിൻ്റെ സംവിധാനവും സനൂപ് സത്യനാണെങ്കിലും അതിൻ്റെ സംവിധാനം നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കലാഭവൻ ഷാജോൻ്റെ പേര് എടുത്തെടുത്ത് പറയുന്ന കാരണം അത്രയും നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേംകുമാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില നല്ല മുഹൂർത്തങ്ങൾ, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു എന്താ പറയുന്നത്, ഒരു സംഭവം നടക്കുന്നു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നു, അത് അവസാനം കണ്ടുപിടിക്കുന്നതുമാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. പക്ഷേ എന്നാലും ഇതിൻ്റെ തുടക്കത്തിൽ കലാഭവൻ ഷാജോൻ്റെ ഒരു ബുദ്ധി വൈഭവം കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നായകൻ്റെ ബുദ്ധി വൈഭവം കാണിക്കാൻ വേണ്ടി 1-2 ചെറിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തുന്നതും വളരെ രസകരമായിട്ട് രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കാണുക, അഭിപ്രായം പറയുക. നല്ല ഡീസൻ്റായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു ചിത്രമാണ്.